എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പാലും അവലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനൊരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം നമുക്ക്. ഈ ഒരു സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കളർ മാറിക്കഴിയുമ്പോൾ ഈ ഒരു കളറിലൊക്കെ വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളത്തിൽ ഇത് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം കട്ടിയുള്ള പാലിനെ എടുക്കായിരിക്കും നല്ലത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാല് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് പാലൊന്നുകൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അവലൊന്ന് കഴുകിയെടുക്കണം. 1 കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തവണ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം നമുക്ക് കളയാം. അവലിൻ്റെ മണമൊക്കെ പോയിട്ട് നല്ല ഫ്രഷായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു സമയം വരെ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് പാല് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ അവൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവാനായിട്ട് താമസമൊന്നുമില്ല. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയും ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആകുമ്പോൾ മധുരമൊക്കെ കറക്റ്റായിരിക്കും. ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും തിളച്ചാൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 6 ഏലക്കായ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിയൊക്കെ പാകത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്